നമസ്കാരം. സർവത്ര ഗുണ്ടാമയം കേരള രാഷ്ട്രീയം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ക്രിമിനൽ, ഗുണ്ട തുടങ്ങിയ വാക്കുകളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ് ഗുണ്ടകൾ, അവർക്കെതിരെ ജീവൻ രക്ഷാദൗത്യത്തിനിറങ്ങിയ DYFI CPM ഗുണ്ടകൾ, തനിക്കെതിരെ കരിങ്കൊടി കാട്ടിയ SFIക്കാർ ഗവർണർക്ക് ഗുണ്ടകൾ, മുഖ്യമന്ത്രിയോ SFI ഗുണ്ടകൾക്ക് ഒത്താശ ചെയ്ത ഗൂഢാലോചനക്കാരൻ, കാറിൽ നിന്നിറങ്ങി സ്വന്തം സ്ഥാനം പോലും മറന്ന് SFIക്കാരെ പോരിനു വിളിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ SFIക്കാർക്ക് ഗുണ്ട കീലേരി അച്ചു. ദൈവമേ, ഈ സംസ്ഥാനം ഒരു ഗുണ്ടാ രാജായി മാറിയോ? വെളിവുള്ള ആരുമില്ലേ നമ്മെ നയിക്കാൻ? SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ശക്തിയായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട്. ആ പ്രതിഷേധം കുറേ ദിവസങ്ങളായിട്ട് രാജ്ഭവന്റെ മുമ്പിലും ഉണ്ടായിട്ടുണ്ട്, കോളേജിന് മുമ്പിലും ഉണ്ടായിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിഷേധം തുടരുകയാണ്. കരിങ്കൊടി പ്രതിഷേധം ഉൾപ്പെടെ വരുന്ന ദിവസങ്ങളിൽ SFI കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതിനകത്ത് തർക്കമില്ല. Police, what people can do. When the chief minister is party to this conspiracy, what these poor people can do. ഗവർണറെ ഒരു ഭയപ്പെടുത്തി ഓടിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. സംസ്ഥാന പോലീസിനെ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ക്രമസമാധാനം പാലിക്കുന്നതിൽ സംസ്ഥാനത്തിന് വീഴ്ച വന്നാൽ പിന്നെ കേന്ദ്ര ഇടപെടലല്ലാതെ വല്ല വഴിയില്ലല്ലോ, വേറെ വഴി. ആ കേന്ദ്ര ഇടപെടലിൻ്റെ വഴി നിങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രതിഷേധമുള്ളവർ കരിങ്കൊടി കാട്ടട്ടെ, പോലീസുകാർ അത് നേരിടട്ടെ, VIP-കൾക്ക് സുരക്ഷ ഒരുക്കട്ടെ. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാട്ടുന്നവരെ തല്ലാൻ പാർട്ടിക്കാർ ഇറങ്ങേണ്ട കാര്യമുണ്ടോ? അവരെ മുഖ്യമന്ത്രി നാണമില്ലാതെ ന്യായീകരിക്കേണ്ടതുണ്ടോ? ഗവർണറെ കരിങ്കൊടി കാണിക്കുന്നവരെ നേരിടാൻ കാറിൽ നിന്നിറങ്ങി ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ തറ രാഷ്ട്രീയ വേല കാട്ടേണ്ടതുണ്ടോ? ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ആരോട് പറയാൻ, ആരു കേൾക്കാൻ? ഞാൻ ചോദിക്കുന്നത്, സുരക്ഷയുള്ള ആളുകൾക്ക് എല്ലാവർക്കും നമുക്കെല്ലാം പ്രത്യേക നിർദ്ദേശങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ നിർദ്ദേശങ്ങളിൽ നമ്മളെല്ലാവരും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ആ കോഡിനും അദ്ദേഹത്തിന് കുറെ കൂടി ഉയർന്ന സുരക്ഷയുള്ള ആളുകളാണല്ലോ. What security people? They are hitting my car. അല്ല, വാഹനത്തിൽ അടിക്കുന്ന നിലയുണ്ടായിട്ടില്ല, കൊടി വീശുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. Why will I not come if they are hitting the glasses? ആദ്യ ഘട്ടത്തിൽ SFIയുടെ പ്രവർത്തകർ കരിങ്കൊടി വീശിയിട്ടുണ്ട്. അതൊരു തരത്തിലും വാഹനത്തിൽ തട്ടാതെ ഗവർണറുടെ വാഹനത്തിൽ വന്ന് അടിക്കുന്നു SFI DYFIക്കാർ. ഇത് എന്ത് മര്യാദയാണ്? ഗവർണറുടെ വാഹനത്തിന് അടിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ദൃശ്യം അങ്ങനെ കാണിക്കുന്നത്, കൊടി വീശിയതായി വരും. ഞങ്ങളുടെ പ്രവർത്തകർ വഴിയരികിലാണ് കേന്ദ്രീകരിച്ച് നിന്നിരുന്നത്. വഴിയരികിൽ നിന്ന് കരിങ്കൊടി വീശി ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. ഇല്ല, ചാടിക്കൊന്നുമില്ല. അവർ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചതാണ്. വാഹനത്തിന്റെ മുൻപിലേക്ക് ചാടുന്ന നില SFIയുടെ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ കാറിന്റെ 4 അയലത്തേക്ക് ആളുകൾ പോകാൻ കഴിയുമോ? ഗവർണറുടെ കാറിന് വന്ന് ഇടിക്കുകയാണ്. അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഗവർണർ തന്നെ ഡ്രൈവറോട് വണ്ടി നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും എല്ലാ തരത്തിലുള്ള പ്രോട്ടോകോൾ ലംഘനവും നടത്തി അദ്ദേഹം വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി. വാഹനം ആക്രമിക്കപ്പെടുമ്പോഴും VIP വാഹനത്തിനകത്തിരുന്ന് അടികൊണ്ടു കൊള്ളണം എന്ന് ഏത് പ്രോട്ടോക്കോളാണ് പറയുന്നത് എന്ന് ഈ പ്രോട്ടോകോൾ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാർ അതൊന്ന് വിശദീകരിക്കണം. ആരെ ആദ്യം അസഭ്യം വിളിച്ചെന്ന തർക്കം മാത്രമേ ഉള്ളൂ.
സർവകലാശാലകളുടെ ചാൻസലർ പദവിയിലുള്ളയാൾ അന്തസ്സായി വിദ്യാർത്ഥി പ്രതിഷേധത്തെ നേരിടണം. അതിക്രമമുണ്ടായാൽ നോക്കാൻ പോലീസുണ്ട്. ക്രമസമാധാന ലംഘനമുണ്ടായാൽ ഗവർണറുടെ പദവി ഉപയോഗിച്ച് അത് ചൂണ്ടിക്കാട്ടാം, വിമർശിക്കാം. പക്ഷേ താഴെ ഇറങ്ങി സർവകലാശാലയിലെ പിള്ളേരെ ചാൻസലർ ചീത്ത വിളിക്കേണ്ട കാര്യമുണ്ടോ? കണ്ണൂരിലെ വൈസ് ചാൻസലറും ചരിത്രകാരൻ ഇർഫാൻ ഹബീബും ഗുണ്ടകളാണെന്ന് ഈ ഗവർണർ പറഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. ആ ദൃശ്യങ്ങൾ കണ്ട ഏതൊരാൾക്കും ബോധ്യപ്പെടും SFI പ്രവർത്തകരെയാണ് ഗവർണർ അസഭ്യം പറയുന്നുണ്ടായിരുന്നത്. റാസ്കൽസ്, ഗുണ്ടകള്, ബ്ലഡി ക്രിമിനൽസ് തുടങ്ങിയിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തിയത് SFI അല്ല, മറിച്ച് ഗവർണറാണ്. I cannot allow the criminals, the gundas, to rule the road. ബ്ലഡി ഫൂൾ റാസ്കൽ എന്നെല്ലാം കേരളത്തിലെ ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകരെ വിളിച്ചത് ഗവർണറുടെ സംസ്കാരമാണ്. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റ് അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെട്ട് ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ ഗവർണർ കേരളത്തിൽ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗവർണർക്കെതിരെ സമരം വ്യാപിപ്പിക്കും എന്നാണ് SFIക്കാർ പറയുന്നത്. പണ്ടൊരു ഗവർണർ രാം ദുലാരി സിൻഹയ്ക്കെതിരെയും ഇതുപോലെ സമരമുണ്ടായിട്ടുണ്ട്. സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ അതൊക്കെ സമാധാനപരമായാൽ നാട്ടുകാർക്ക് മനസ്സമാധാനമായി ജീവിക്കാം. പ്രതിഷേധക്കാരെ എതിർ പാർട്ടിക്കാർ ഇറങ്ങി തല്ലുന്ന പരിപാടി മോശമാണെന്ന് പക്ഷേ SFIക്കാർ മൂത്ത സഖാക്കളായ പാർട്ടിക്കാരെ ഉപദേശിക്കണം, കൂടെ ഇതിനെ ന്യായീകരിക്കുന്ന മുഖ്യനെയും. വരുന്ന ദിവസങ്ങളിൽ ക്യാമ്പസുകൾക്കകത്ത് SFI സമരം വ്യാപിപ്പിക്കും. കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ കേരളത്തിലെ ഒരു ക്യാമ്പസിനകത്തും പ്രവേശിക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്ന നിലയിലായിരിക്കും SFIയുടെ സമരം. എന്നാ കാണാം, ഗവർണറുടെ പരിപാടികൾ അലങ്കോലപ്പെടുത്താൻ DYFI SFI സംഘങ്ങൾ ശ്രമിച്ചാൽ ഗവർണറുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തെല്ലാം ഞങ്ങളും ഉണ്ടാവും. SFIക്ക് കൈ കൊടുക്കുന്ന മന്ത്രി റിയാസ് യൂത്ത് കോൺഗ്രസുകാരെ തല്ലുന്ന പാർട്ടിക്കാർക്ക് കൈ കൊടുക്കരുത്. KN ബാലഗോപാലിന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ ഗവർണറുടെ പ്രീതി പിൻവലിക്കാൻ പോന്ന കാര്യമാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞത്. കാവ്യവൽക്കരണവും വർഗീയവൽക്കരണ നീക്കങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന SFI പോലുള്ള വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ ഗവർണറെ കരിങ്കൊടി കാണിച്ചവർക്ക് കൈ കൊടുക്കണം എന്ന് മന്ത്രി, എന്നിട്ട് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചവന് വധശ്രമത്തിന് കേസ്. എങ്ങനെയുണ്ട്? നാണമുണ്ട് ഇവർക്ക്. കരിങ്കൊടി കാണുമ്പോൾ പോലീസുകാർക്ക് വിരളി പിടിക്കുന്നത് എങ്ങനെ? ചുവപ്പ് കണ്ട കാളയെപ്പോലെ. മഫ്തിയിലുള്ള മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ വരെ ഇറങ്ങി കരിങ്കൊടിക്കാരെ തല്ലുകയാണ്. ഇല്ല, കരിങ്കൊടി പ്രകടനത്തെ ഞങ്ങൾ ഒരിക്കലും എതിർത്തില്ല. കരിങ്കൊടി പ്രകടനത്തെ ഞങ്ങൾ ഒരു സ്ഥലത്തും എതിർത്തില്ല. കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സമരം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കുമുണ്ട്, എല്ലാ സംഘടനകൾക്കുമുണ്ട്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പാടില്ല. അപ്പോൾ അവരെ കരുതൽ തടങ്കലിലെടുക്കും. അത് ഭീകരവാദമാണ്, അത് ആത്മഹത്യാ സ്ക്വാഡാണ്. അവർ വണ്ടിയുടെ മുമ്പിൽ ചാകാൻ വന്നപ്പോൾ നടത്തിയ ജീവൻ രക്ഷാപ്രവർത്തനമാണ്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ. SFI ഒരു ഘട്ടത്തിലും അങ്ങനെ പ്രതിഷേധം നടത്തുന്ന ആളുകളെ ആക്രമിക്കണമെന്നോ കൈകാര്യം ചെയ്യണമെന്നോ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞങ്ങളാരും അതിനെ ആഹ്വാനം ചെയ്തിട്ടുമില്ല. മർദ്ദനത്തെ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ പറഞ്ഞ ഒരു അക്രമത്തെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല, ഒരു അക്രമത്തെ ന്യായീകരിക്കും. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ആരെങ്കിലും കരിങ്കൊടി കാണിച്ചാൽ കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേക പ്രതിരോധ സേനയെ തന്നെ പാർട്ടി ഒരുക്കുന്നു. ഇവർ റോഡരികിൽ നിന്നാ കേസുകാർ യൂത്ത് കോൺഗ്രസ്സുകാർ കാണിച്ചത് ഇല്ലേ? ഇത് റോഡിന്റെ നടുവിൽ പോയി വാഹനം തടുത്തു നിർത്തി, ആ വാഹനത്തിൽ അടിച്ചു ബഹളമുണ്ടാക്കി ചെയ്തവർക്കെതിരെ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തണ്ടേ? അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ. രക്ഷാപ്രവർത്തനം വേറെ, മർദ്ദനം വേറെ. മർദ്ദനം പാടില്ല. ഇയാളുടെ ധാരണ ഇയാൾ മഹാരാജാവെന്നാണ്. മഹാരാജാവ് എഴുന്നള്ളുമ്പോൾ ഒരു പ്രതിഷേധവും പാടില്ല. Red, blue, black, Maricona, Kakiola, Kali.
വേട്ടയാടും നേരത്താടാ ചിറ്റയേക്കാൾ കളി കണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ണടച്ചിട്ടുണ്ടമിട്ട് തൊടുത്തിടും വെടിയടാ ലോകപ്പിൽ കറക്കിലാത്തി കിട്ടുന്നൊരു ടീ ഉരുക്കിൽ കടഞ്ഞിട്ട കടുവ. വിഷ്വലിൽ നിന്ന് വളരെ വ്യക്തമാണ്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ മാറ്റി നിർത്തി പോലീസിൻ്റെ കസ്റ്റഡിയിൽ അവരിയ്ക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഈ മറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ എസ്കോർട്ട് പോയ പോലീസ് ക്രിമിനലുകളും കൂടി ഇവരെ രൂക്ഷമായി ആക്രമിച്ചത്. ആ ലാത്തി അടിക്കുന്നത് ആരാണ്? തെരുവിൽ നടന്നു പോകുന്നവനല്ല, SFIയുടെ പിള്ളേരല്ല, DYFIയുടെ ഗുണ്ടകളല്ല, അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡായി നിൽക്കുന്ന അനിൽ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. സാഡിസ്റ്റാണ്. ആരാൻ്റെ മക്കളെ റോട്ടിലിട്ട് തല്ലിക്കൊല്ലുമ്പോൾ ചവിട്ടിക്കൂട്ടുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ക്രിമിനൽ മനസ്സുള്ള സാഡിസ്റ്റാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. സാധാരണ യൂണിഫോമിലുള്ള പോലീസുകാർ തടയുന്നതാണ് ഞാൻ കണ്ടത്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ. ഇനി ഞങ്ങളും ജീവൻ രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ ആരംഭിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പ്രതിഷേധ രീതി മാറ്റാൻ തങ്ങളും നിർബന്ധിതരാകും എന്നാണ് ബ്രണ്ണൻ കോളേജിലെ മുഖ്യന്റെ സീനിയറായി അടിതട അഭ്യാസം പഠിച്ച KPCC പ്രസിഡന്റ് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോഴും വക്രദൃഷ്ടി നേരത്തെ ചോദിച്ചത് ആവർത്തിക്കുകയാണ്. യൂത്ത് കോൺഗ്രസോ നവകേരള സദസ്സ് ബഹിഷ്കരിക്കാനല്ലാതെ പ്രതിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താവശ്യം ഉന്നയിച്ച്? മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ രാജി ആവശ്യം ഉന്നയിച്ചാണോ? സമരം വ്യാപിപ്പിക്കുന്നതിന് മുമ്പ് അതൊന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൂടെ? ആ സ്വീകരിക്കേണ്ടി വരുമല്ലോ, ഉറപ്പല്ലേ സ്വീകരിക്കലും ഞങ്ങളെ ആളുകൾ ചോദ്യം ചെയ്തു തുടങ്ങൂലേ. നമ്മുടെ രീതിയല്ല അത്, ഞങ്ങളുടെ സമീപനമല്ല. ഞങ്ങൾ ഒരിക്കലും തെരുവിലേക്ക് ഇത് വലിച്ചഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ കേരളത്തിൻ്റെ തെരുവിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു വിദ്യാർത്ഥിക്ക് കരിങ്കൊടി കാണിക്കാൻ പറ്റില്ല. കരിങ്കൊടി കാണിച്ചാൽ അവനെ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ക്രിമിനലുകളും കൂടെ കൊണ്ടു നടക്കുന്ന CPM ക്രിമിനലുകളും തല്ലി ഒതുക്കും എന്ന് വന്നാൽ അപ്പോൾ കാണണ്ടേ നമുക്ക്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു CPMോട്, പിണറായി വിജയനോട് ഞാൻ പറയുന്നു, പഴയ ബ്രിണ്ണനിൽ പഠിച്ച എൻ്റെ സീനിയർ വിദ്യാർത്ഥിയായ പിണറായി വിജയനോട് ഞാൻ പറയുന്നത്, ഇനി ഇതുപോലെ അക്രമം ഉണ്ടായാൽ പ്രതികരിക്കും. കേരളത്തിൽ ഉടനീളം കോൺഗ്രസ് പ്രതികരിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. അങ്ങനെ ഒരു അക്രമത്തിൻ്റെ രാഷ്ട്രീയ വേദിയായി കേരളത്തെ മാറ്റാൻ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ നിർത്തണം. ആ പ്രതിഷേധത്തിൻ്റെ രൂപം മാറ്റിയേ മതിയാവും. ഏത് രീതിയിലും പ്രതികരിക്കും. ആരും മോശക്കാരല്ല. വടിയെടുക്കാൻ പറഞ്ഞാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ വടിയെടുക്കും. ആർക്കും തർക്കമൊന്നും വേണ്ട. അങ്ങനെ പാവങ്ങളൊന്നുമല്ല യൂത്ത് കോൺഗ്രസ്സുകാർ.